എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 24-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ശമ്പളത്തിനും പെൻഷനും മറ്റ് ചെലവുകൾക്കും പണം ഉറപ്പാക്കുന്നതിനായി വി.ഡി. സതീശൻ സർക്കാരും കടമെടുക്കൽ ആരംഭിക്കുന്നു. ആദ്യ കടമെടുപ്പ് മെയ് 26 ചൊവ്വാഴ്ച നടക്കും. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്രം ഇറക്കിയാണ് കടമെടുപ്പ്. അതേസമയം കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ കടുംവെട്ട് ഈ പ്രാവശ്യവും നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇതേ കാരണത്താൽ LDF സർക്കാരും കേന്ദ്ര സർക്കാരും നിയമ പോരാട്ടങ്ങളിലേക്ക് കടന്നിരുന്നു. വി.ഡി. സതീശൻ സർക്കാരും കേന്ദ്രവുമായി ഏറ്റുമുട്ടലുണ്ടാകുമോ എന്ന് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേമ പെൻഷൻ 25 മുതൽ ആരംഭിക്കും എന്നാണ് ഉത്തരവിൽ ഉള്ളത്. 25 മുതൽ ആരംഭിക്കും എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളതും. ഇത് പ്രകാരം 25-ാം തീയതി പെൻഷൻ ലഭിക്കുകയാണ് എങ്കിൽ മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ചായിരിക്കും പെൻഷൻ വിതരണം നടക്കുക. ഇല്ല എങ്കിൽ ചൊവ്വാഴ്ച കടമെടുപ്പിന് ശേഷം ബുധനാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക. പുതിയ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ മെയ് 12-ന് കേരളം 2800 കോടി രൂപ കടമെടുത്തിരുന്നു. 7 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ 400 കോടി രൂപയും 11 വർഷത്തെ കാലാവധിയിൽ 1000 കോടി രൂപയും 16 വർഷത്തെ കാലാവധിയിൽ 1400 കോടി രൂപയുമാണ് അന്ന് സമാഹരിച്ചത്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പൊതുകടം 4600 കോടി രൂപയായി വർദ്ധിക്കും. അതായത് LDF സർക്കാരിന്റെ കാലാവധി കഴിയുകയും പുതിയ സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ കടമെടുപ്പ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സാരം. ഓരോ സാമ്പത്തിക വർഷവും സംസ്ഥാന സർക്കാരുകളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കും മുമ്പ് തൽക്കാലത്തേക്ക് കടമെടുക്കാൻ അനുവദിക്കാറുണ്ട്. ഇക്കുറി കേരളത്തിന് ഇപ്രകാരം 4700 കോടി രൂപ എടുക്കാൻ അനുവദിച്ചിരുന്നു. ഇത് പ്രകാരമുള്ള കടമെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യ 9 മാസങ്ങളിൽ, അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ 23,000 കോടി രൂപയാണ് കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയിരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിസംബർ വരെ 29,529 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചിരുന്നു. ഇത്തവണ 6,500 കോടി രൂപയോളം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം 16.29 ലക്ഷം കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് ബജറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധന ഉത്തരവാദിത്ത നിയമം അനുസരിച്ച് ഇതിന്റെ 3.5% വരെ കേരളത്തിന് കടമെടുക്കാൻ അവകാശമുണ്ട്. അതായത് 48,872 കോടി രൂപ കടമെടുക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ പിണറായി സർക്കാർ കിഫ്ബി വഴിയും പെൻഷൻ കമ്പനി വഴിയും എടുത്തിട്ടുള്ള വായ്പ കൂടി കേരളത്തിന്റെ പൊതുകടമായി പരിഗണിച്ചാണ് കേന്ദ്രം പരിധിയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. ഇത് ജനപ്രിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വി.ഡി. സതീശൻ സർക്കാരിന് തിരിച്ചടിയാകും. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 1070 കോടി രൂപ സർക്കാർ ഇതിനകം തന്നെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് UDFന്റെ പ്രഖ്യാപനം. ഇത് നടപ്പിലാക്കാൻ പ്രതിമാസം 1650 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസം 122 കോടി രൂപയും നഷ്ടമുണ്ടാകുമെന്ന റിപ്പോർട്ടുണ്ട്. ഈ തുക സർക്കാരിന് അധികമായി കണ്ടെത്തേണ്ടി വരും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കടമെടുപ്പ് പരിധി വെട്ടി ചുരുക്കിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാർ പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ സർക്കാരിനും ആ ഒരു നടപടിയിലേക്ക് പോവേണ്ടി വന്നേക്കും എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ക്ഷേമ പെൻഷൻ 25 മുതൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കടമെടുപ്പ് 26-അതിനാൽ അതിനുശേഷം 27-ാം തീയതി തുക ലഭിച്ചേക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. അധികവും 25-ാം തീയതി വൈകുന്നേരത്തോടു കൂടി തുക എത്താനാണ് സാധ്യത. അന്ന് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ 27-ാം തീയതി പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അടുത്ത ദിവസം പൊതു അവധിയാണ്. അതിനും ശേഷമായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം മുതൽ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടാണുള്ളത്. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള നടപടി സൈറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം മുതൽ വീണ്ടും ആ ഒരു പദ്ധതി ആരംഭിക്കുന്നതായിരിക്കും.
കുടിശ്ശികയായിട്ടുള്ള തുക വീണ്ടും ലഭിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ അറിയില്ല. രാജ്യത്ത് വീണ്ടും ഇന്ധന വില വർദ്ധിച്ചു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 3ാം തവണയാണ് ഇത് വർദ്ധിക്കുന്നത്. പെട്രോളിന് ലിറ്ററിന് 87 പൈസയും ഡീസൽ ലിറ്ററിന് 91 പൈസയുമാണ് കൂടിയത്. മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ജൂൺ 1 മുമ്പ് വാഹന പരിശോധനകൾക്ക് വിധേയമാക്കി സ്കൂൾ വാഹനങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്: മെക്കാനിക്കൽ പരിശോധന, ഡ്രൈവറുടെ യോഗ്യത, GPS, വിദ്യ, വാഹൻ എന്നിവ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കണം. ഫയർ എക്സ്റ്റിംഗ്വിഷറും ഉണ്ടായിരിക്കണം. എമർജൻസി ഡോർ, CCTV ക്യാമറകൾ എന്നിവയും വാഹനത്തിൽ ഉറപ്പാക്കണം. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 നടക്കും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അറിയിച്ചു. 30-നകം പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ കർഷകരും അക്സസ് കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും കർഷക കാർഡിന് അപേക്ഷ നൽകുകയും വേണം. കൃഷി മെച്ചപ്പെടുത്തുന്നതിലേക്കായി കാർഷിക മേഖലയിലെ വിവിധ പങ്കാളികളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിനും ഡാറ്റ ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിച്ച് കർഷകർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു ഡിജിറ്റൽ ഫൗണ്ടേഷനാണ് അഗ്നിസ്റ്റാർക്ക്. കർഷകരുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രജിസ്ട്രി അഥവാ ഡാറ്റ രൂപീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കർഷക രജിസ്ട്രി പ്രവർത്തനക്ഷമമാകുന്നതിന്റെ ഫലമായി സർക്കാർ പദ്ധതി വേഗത്തിലാവുകയും സുതാര്യമായും കർഷകരിലേക്ക് ലഭ്യമാവുകയും ചെയ്യും. കൂടാതെ പേപ്പർ രഹിതവും സുഗമമായുള്ള വിള വായ്പകൾ, തടസ്സമില്ലാതെയുള്ള വിള സംഭരണം തുടങ്ങിയ കർഷകർക്ക് ഗുണകരമായ രീതിയിൽ ലളിതവൽക്കരിക്കുന്നതിനുള്ള കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ പരിഹാരം വികസിപ്പിക്കാൻ കർഷക രജിസ്ട്രി സഹായിക്കും. രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമേഴ്സ് സർവീസ് ഇന്റർഫേസ് അതായത് USSI സംവിധാനത്തിൽ ദേശീയ അംഗീകാരത്തിലുള്ള യുണീക്ക് ID കാർഡ് ലഭ്യമാക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ കർഷക ID. ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പോസ്റ്റർ വഴി ലഭ്യമാക്കും എന്നുള്ളതാണ് അറിയിപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിന് നിർബന്ധമായി രാജ്യത്തുടനീളമുള്ള എല്ലാ കർഷകരും കർഷക ID ഉണ്ടാക്കേണ്ടതായിട്ട് വരും. കർഷക ID വേണമെങ്കിൽ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യാൻ ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങളാണുള്ളത്. അതാണ് ഇനി പറയുന്നത്. ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് കരം അടച്ച റെസീറ്റ്, ഏറ്റവും പുതിയ റെസീറ്റ് എന്നിവയുമായി അടുത്തുള്ള കൃഷിഭവനിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ജനസേവാ കേന്ദ്രങ്ങളിലോ ചെന്ന് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടാതെ സ്വന്തമായും രജിസ്ട്രേഷൻ സാധിക്കുന്നതുമാണ്. ഭാവിയിൽ ഭൂ ഉടമകൾ, പാട്ട വ്യവസ്ഥയിൽ കൃഷി ചെയ്യുന്നവർ, കൃഷിക്കാർ, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം എന്നിവരെ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് സംയോജിത രജിസ്ട്രി കർഷക രജിസ്ട്രി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഫാർമർ രജിസ്ട്രി കൃത്യമായ ഇടവേളകളിൽ പുതിയ ഡാറ്റകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുക്കേണ്ടതായിട്ടും വരുന്നതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ PM കിസാൻ സമ്മാൻ നിധി തുകയാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത്. അതിൻ്റെ വിതരണം അടുത്ത മാസം അവസാനത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യത്തിലോ ആയിട്ട് ഉണ്ടാകുന്നതാണ്. എല്ലാ കർഷകരും അവരുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ KYC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 1800 425 1661 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ